തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ 82 പത്രികകൾ തള്ളി. ഗ്രാമപഞ്ചായത്തുകളിൽ 10 നാമനിർദ്ദേശ പത്രികകൾ കൂടുതൽ പരിശോധനകൾക്കായി മാറ്റിവെച്ചു. ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളിലെ ഓരോ പത്രികയും മാറ്റിവെച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏകദേശം വ്യക്തമായി. കൊല്ലം ജില്ലയിലാകെ 82 പത്രികകളാണ് തള്ളിയത്. കൊല്ലത്ത് 6228 സ്ഥാനാർത്ഥികൾ ആകെ മത്സര രംഗത്തുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ജില്ലയിൽ 12135 പത്രികകളായിരുന്നു ലഭിച്ചിരുന്നത്. പഞ്ചായത്തുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളിൽ 10 കൂടുതൽ പരിശോധനകൾക്കായി മാറ്റിവെച്ചു. ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ഓരോ പത്രികകൾ വീതവും മാറ്റിവെച്ചു. കോർപ്പറേഷനിലെ 6 പത്രികകൾ തള്ളി. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിൽ 2, ശാസ്താംകോട്ടയിൽ 3, കുന്നത്തൂരിൽ 3, മൈനാഗപ്പള്ളിയിൽ 2, പവിത്രേശ്വരത്ത് 1, വിളക്കുടിയിൽ 1, തലവൂരിൽ 2, പട്ടാഴി, ഏരൂർ എന്നിവിടങ്ങളിൽ 2 വീതവും, ഇടമുളയ്ക്കലിൽ 9, വെളിയത്ത് 1, പനയത്ത് 1, കുണ്ടറയിൽ 2, തെക്കുംഭാഗത്ത് 4, ചവറ, ഇളമ്പള്ളൂർ എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതവും, നെടുമ്പനയിൽ 3, വെളിനെല്ലൂരിൽ 1, പൂതക്കുളത്ത് 4, ചിറക്കരയിൽ 2 വീതം പത്രികകൾ തള്ളി. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 1 പത്രികയും, ചവറ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 1 പത്രികയും, മുഖത്തലയിൽ നിന്ന് 23 പത്രികയുമാണ് തള്ളിയത്. പരവൂർ നഗരസഭയിലെ 3 പത്രികകളും പുനലൂർ നഗരസഭയിലെ 1 പത്രികയും തള്ളി. തെന്മലയിൽ 1 പത്രികയും, ആര്യങ്കാവിൽ 3 പത്രികയും, നെടുവത്തൂരിൽ 1 പത്രികയും, കൊറ്റങ്കര, നിലമേൽ എന്നിവിടങ്ങളിൽ ഓരോ പത്രിക വീതവും വിശദമായ പരിശോധനകൾക്കായി മാറ്റിവെച്ചു. പത്തനംതിട്ടയിൽ 3829 സ്ഥാനാർത്ഥികളും ആലപ്പുഴയിൽ 7135 സ്ഥാനാർത്ഥികളുമാണ് മത്സര രംഗത്ത് അവശേഷിക്കുന്നത്. പത്രിക പിൻവലിക്കാനുള്ള തീയതി തിങ്കളാഴ്ച അവസാനിക്കും. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികൾ ആരാണെന്ന് വ്യക്തമാകും. ന്യൂസ് ഡെസ്ക്.